വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു വീഡിയോയുമായി നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹങ്ങളും നന്മകളും നേരുന്നു. മനുഷ്യന്റെ നാവിനെ കുറിച്ച് ഒരു 1-2 ചിന്തകൾ നിങ്ങളോട് പറയട്ടെ. നമ്മുടെ നാവ് സകല ബന്ധങ്ങളുടെയും പാലമാണ്. നാവ് മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അവന്റെ നാവ് അതിന്റെ ബന്ധത്തിന്റെ ലിങ്കിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, മാതാ പിതാ ഗുരു ശിഷ്യ ബന്ധങ്ങൾ, എല്ലാ ബന്ധങ്ങളുടെയും ഒരു മീഡിയേറ്ററാണ് നാവ് എന്ന് പറയുന്നത്. ഒരിക്കൽ 32 പല്ലുകൾ വായ്ക്കകത്ത്, അതിൽ കൂടുതലോ കുറവുള്ളവരൊക്കെ കണ്ടേക്കാം. സാധാരണ പറയുന്നൊരു വാക്ക് ഉപയോഗിച്ചു, പല്ലുകൾ. നാവിനോട് പറഞ്ഞെന്നാ പറയുന്നത്, ഞങ്ങൾ 32 പേരും കൂടെ ഒരു ഒറ്റ കടി അടിച്ചാൽ നീ 2 കഷണമായി പോകും. ശരിയല്ലേ? ചിലപ്പോഴൊക്കെ അറിയാതെ നമ്മുടെ നാവിലൊന്ന് കടിക്കുമ്പോൾ തന്നെ എന്തൊരു വേദനയാണ്. 32 പല്ലും കൂടെ ഒറ്റ കടിയും കടിച്ചാൽ നാവ് മുറിഞ്ഞു പോകില്ലേ? ഉടനെ നാവ് പല്ലുകളോട് ശാന്തമായി പറഞ്ഞതാണ് ആ കഥ. ബഹുമാനപ്പെട്ട പല്ലുകളെ, നിങ്ങളൊക്കെ വായിക്കാത്ത ഇങ്ങനെ നിരനിരയായിരിക്കുന്നത് നാക്ക് എന്ന് പറയുന്ന ഞാൻ ശാന്തമായിട്ട് കിടക്കുന്നതുകൊണ്ടാ. ഞാൻ ഒരു തിരിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്റെ നാക്ക് കൊണ്ട് വേണ്ടാത്ത 2 വർത്തമാനം പറഞ്ഞാൽ കാണുന്നവർ കേൾക്കുന്നവർ ഈ 32 പല്ലു അടിച്ച് താഴെ കളയുമെന്ന നാക്ക് പറയുന്ന കഥയാണ്. ശരിയാ, ഒരു പരിധി വരെ നമ്മുടെ നിലനിൽപ്പ് പോലും നാവിന്റെ ബലത്തിലല്ലേ, നാവിന്റെ കഴിവുകൊണ്ടല്ലേ പലരും ജീവിച്ചു പോകുന്നത്. ഒരു നല്ല പ്രഭാഷകനെ അവന്റെ സംസാര ശേഷി നഷ്ടപ്പെട്ടാൽ ആർക്ക് വേണം? ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ ഒരു മനുഷ്യൻ സ്ട്രോക്ക് വന്ന് സംസാരിക്കാൻ കഴിവില്ലാതെ അക്ഷരസ്ഫുടത നഷ്ടപ്പെട്ടവനായി കിടക്കയിലായി പോയാൽ അയാളുടെ ബുദ്ധിക്ക് എന്താ വില? സെമിനാറുകളില്, വലിയ കോൺഫറൻസുകളില് വിസിറ്റിംഗ് പ്രൊഫസേഴ്സ്, ലെക്ചേഴ്സ്, വിസിറ്റിംഗ് അഡ്വൈസേഴ്സ്, മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നവർ, പ്രശസ്തർ മുഴുവനും ഇന്ന് നാം കാണുന്ന സോഷ്യൽ മീഡിയയിലെ, യൂട്യൂബിലെ, ഇൻസ്റ്റാഗ്രാമിലെ, ഫേസ്ബുക്കിലെ സകല കളികളും കളിക്കുന്നവർ, പാടുന്നവർ, ആടുന്നവർ എല്ലാം എവിടെയെങ്കിലും നാവിനൊരു പിഴവ് വന്നാൽ, നാവ് നിന്നുപോയാൽ, സംസാരം നിന്നുപോയാൽ ഒരുപാട് ബന്ധിക്കപ്പെടും, തകർക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഞാൻ തുടക്കത്തിൽ പറയാം, നാവ് സൂക്ഷിക്കണം, നാവ് ശ്രദ്ധിക്കണം, നാവിനെ സംരക്ഷിക്കണം. നാക്കിനേക്കാൾ വളരെ പ്രധാനമാണ് വാക്ക്. വാക്ക് പുറത്തേക്ക് വന്നിട്ട് നാക്കിനെ കുറ്റം പറയരുത്, നാക്ക് പിഴച്ചെന്ന് പറയരുത്. നാക്കിന് ജീവനുണ്ട്, പക്ഷെ നാക്കിന് ചിന്തിക്കാൻ കഴിയില്ല. നാക്കിന് തിരിച്ചറിവില്ല, പക്ഷെ നാക്കിനെ നിയന്ത്രിക്കുന്ന വാക്കുകൾ പുറപ്പെടുന്ന ബുദ്ധിമണ്ഡലത്തിന് തിരിച്ചറിവുണ്ടെന്നറിയണം. വിശുദ്ധ ബൈബിളിനകത്ത് അപ്പോസ്തലനായ പൗലോസ് യാക്കോബ് എഴുതിയ ലേഖനമുണ്ട്, യാക്കോബിന്റെ ലേഖനം. ആ ലേഖനത്തിന്റെ 3-ാം അധ്യായം എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ വായിക്കണേ, മറക്കരുത്. നാവ് ഒരു ചെറിയ അവയവം, താഴോട്ട് പറയണം, വമ്പ് പറയുന്നു, അത് തീയാണ്. ദേഹത്തെ മലിനമാക്കുന്നു നാവ്, നമ്മുടെ ഈ ശരീരത്തെ മലിനമാക്കുന്നു. ജീവചക്രത്തിന് തീ കൊടുക്കുന്ന നാവ്. മരുക്കാൻ പറ്റാം, സിംഹത്തെ മരുക്കാം, പുലിയെ മരുക്കാം, പാമ്പിനെ, സർപ്പവിഷങ്ങളെ മരുക്കുന്ന ആൾക്കാരുണ്ട്. കണ്ടിട്ടില്ലേ? പാമ്പാട്ടികൾ കൈക്കകത്തെടുത്ത് പിടിച്ച് കറക്കുന്നത്. പക്ഷെ പറയാണ്, സർപ്പത്തെ മരുക്കുന്നവനും സിംഹത്തെ മരുക്കുന്നവനും നാവിനെ മരുക്കാൻ പറ്റില്ലെന്നാണ്. മരുന്നാത്ത അടങ്ങാത്ത ദോഷമുള്ളൊരു അവയവമാണ് നാമെന്ന് പറയുന്നത്. മരണകരമായ വിഷമുള്ളത്.
അണലിയുടെ നാവ് പോലെ എന്ന് യോബിന്റെ പുസ്തകം 20:16 പറയാ. അപ്പോൾ തന്നെ സങ്കീർത്തനം 5:9 പറയുന്നു, ഈ നാവിനകത്തുനിന്ന് തേൻ പോലത്തെ വാക്ക് വരുന്നു, മധുരവാക്ക്. അപ്പോൾ തന്നെ മറ്റുള്ളവരെ ദോഷമുണ്ടാക്കുന്ന, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന. എന്തിനേറെ യിരെമ്യാവ് 18:18 പറയാം, നാവ് കൊണ്ട് കൊല്ലുന്നവരുണ്ട്, കൊല്ലുന്നവർ. നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ കണ്ടില്ലേ? ഞാൻ കണ്ടു, അയാൾ തെറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു. അടുത്ത എപ്പിസോഡിൽ പറഞ്ഞു, ഞാൻ കണ്ടില്ല, ഞാൻ കണ്ടു എന്ന് ചുമ്മാ പറഞ്ഞത്. അപ്പോഴേക്ക് തീ കത്തി കഴിഞ്ഞു. അപ്പോഴേക്ക് തീ കത്തി. അപവാദങ്ങൾ മെനഞ്ഞ് പറയാൻ നാവുകളെ ഉപയോഗിക്കുന്നു. മറ്റുള്ളവരെ അപമാനിക്കാൻ നാവുകളെ ഉപയോഗിക്കുന്നു. ശ്രദ്ധിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പറയുന്ന ഏത് വാക്കുകൾക്കും, സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 36 മുതൽ, നിങ്ങൾ പറയുന്ന ഏത് വാക്കുകൾക്കും ന്യായവിധി ദിവസത്തിൽ നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഓർത്തോ, ഈ ഭൂമിയിൽ നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പിന്നെ ദൈവത്തിന്റെ ന്യായവിധിയുടെ മുമ്പിലും നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതെ, വ്യാജം പറയുന്ന നാവ്, വഞ്ചന ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ സൃഷ്ടിച്ചെടുക്കുന്ന നാവുകൾ ഒരിക്കലും അവർ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷെ പച്ച നുണകൾ നാവ് കൊണ്ട് പ്രചരിപ്പിച്ച് മറ്റുള്ളവരുടെ വേദനയിൽ പൊട്ടിച്ചിരിക്കുന്ന ചില ആൾക്കാർ. സാരല്ല, പറഞ്ഞോ. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതിവിടെ കൊണ്ട് അവസാനിക്കുമെന്ന്? ഇല്ല. ഇതിനെല്ലാം ഒരു മറുവശമുണ്ട്. ഒരു രാത്രിക്ക് ഒരു പ്രഭാതമുണ്ടെങ്കിൽ, വെള്ള എന്ന നിറത്തിന് കറുപ്പ് എന്നൊരു മറ്റൊരു ഭാഗമുണ്ടെങ്കിൽ, അസത്യത്തിന്റെ ഇപ്പുറത്തൊരു സത്യമുണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞ ആ നുണകൾക്കെല്ലാം നിങ്ങൾ മറുപടി പറയുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറയുടെ കാലത്തെങ്കിലും നിങ്ങളത് ഓർത്ത് ചങ്ക് പൊട്ടി കരയുന്ന ഒരു ദിവസം ഉണ്ടാകും. അതുകൊണ്ട് സ്നേഹത്തോടെ പറയുന്നു, വിനയത്തോടെ പറയുന്നു, താഴ്മയോടെ പറയുന്നു. നമ്മുടെ നാവ് കൊണ്ട് മറ്റൊരാളുടെ ജീവിതം തകർക്കരുത്. നമ്മുടെ നാവ് കൊണ്ട് മറ്റൊരാൾക്ക് നഷ്ടം വരുത്തരുത്. നമ്മുടെ നാവ് കൊണ്ട് ഒരു സഭയ്ക്ക് ദോഷം ചെയ്യരുത്. നമ്മുടെ നാവ് കൊണ്ട് ഒരു കുടുംബത്തെ നശിപ്പിക്കരുത്. നമ്മുടെ നാവ് കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാവി നശിപ്പിക്കരുത്. നിങ്ങൾക്കത് നശിപ്പിക്കാൻ 1 മിനിറ്റ് മതി, 10 മിനിറ്റ് മതിയാകും. പക്ഷെ ആ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തത് അയാളുടെ മുഴുവൻ ആയുസ്സും ചെലവഴിച്ചു. ഒരിക്കൽ നിങ്ങൾക്കത് നിങ്ങളുടെ വാക്കുകൊണ്ട് നശിപ്പിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റബോധം ഉണ്ടാകുമ്പോൾ ആ മനുഷ്യനത് തിരിച്ചു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. ആ മനുഷ്യന് അനുഭവിച്ച വേദന അത് ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് അദ്ദേഹത്തെ ഒന്ന് പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ ഇതെല്ലാം കാണുന്നൊരു ദൈവമില്ലേ? ഇതെല്ലാം അറിയുന്നൊരു ദൈവമില്ലേ? നിഷ്കളങ്കനെ പതിയിരുന്ന് നാവ് കൊണ്ട് ചതിക്കുന്നവർ, നീതി ചെയ്തിട്ട് ദൈവം മിണ്ടാതിരിക്കുമ്പോൾ ദൈവം നിന്നെ പോലെയുള്ളവനും നീ വിചാരിച്ചോ? ഇല്ല, നിന്റെ കണ്ണിന് മുമ്പിൽ ഇത് മുഴുവൻ നിരത്തി വെക്കും. യഹോവയെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവിൻ, യഹോവ നിന്നെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. നാവ് ഒരു ചെറിയ അവയവം, പക്ഷെ അത് കാട് കത്തിക്കുന്നു, അത് വീട് കത്തിക്കുന്നു, സർപ്പവിഷം പോലെ അനേകരെ നശിപ്പിക്കുന്നു, കുടുംബങ്ങളെ നശിപ്പിക്കുന്നു. സൂക്ഷിക്കുക നാക്കുകളും വാക്കുകളും. ബൈബിൾ പറയുന്നു, നിന്റെ വാക്കുകൾ കൃപയുള്ളതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കട്ടെ.
നിന്റെ വാക്കുകൾ കൃപയോട് കൂടിയതായിരിക്കട്ടെ. നല്ല വാക്കുകൾ നല്ല നാവിൽ നിന്ന് വരും. വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം. അതെ, നിങ്ങളൊരു വൃക്ഷമാണ്. നിങ്ങളുടെ വാക്കുകൊണ്ടറിയാം നിങ്ങൾ നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷമാണോ മോശം ഫലം കായ്ക്കുന്ന വൃക്ഷമാണോ. നമുക്ക് ഈ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായി തീരാം, നന്മ പതിക്കുന്നവരായി തീരാം.